തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിനെ നെഞ്ചിടിപ്പോടെയാണ് മുന്നണികൾ നേരിടുന്നത്. പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങളും ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അതിവേഗം പുരോഗമിക്കുകയാണ്. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള മേൽക്കൈ നിലനിർത്തി ഭരണ തുടർച്ചയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം സ്വന്തമാക്കി ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനാണ് UDF ലക്ഷ്യമിടുന്നത്. കയ്യിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നിലനിർത്താനും ചിലയിടങ്ങളിൽ അട്ടിമറിയുമാണ് BJPയുടെ ലക്ഷ്യം. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. ആദ്യം നമുക്ക് ഇന്ന് വന്ന പ്രധാന നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും ഇപ്രാവശ്യം അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നണിക്ക് കേരളത്തിലുടനീളം ഉണ്ടാകും. LDFിന്റെ കയ്യിലില്ലാത്തത് കണ്ണൂർ കോർപ്പറേഷനാണ്. ഇത്തവണ തിരിച്ചുപിടി അത് തിരിച്ചുപിടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങൾക്കിടയിൽ നിരന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് തന്നെ പ്രത്യേകിക്കും ഇപ്പോൾ ഒരു പ്രത്യേക ആരോപണം ഉയർന്നു വന്നില്ല. ഈ ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഇതെല്ലാം കനൂര് സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചില വേലകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണത്തിലേക്ക് എത്താൻ സാധിക്കും, മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ സാധിക്കും എന്ന വിജയപ്രതീക്ഷയിൽ ഞങ്ങൾ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും. അത് ഇലക്ഷൻ സ്റ്റണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനും ഞങ്ങൾ നെഗറ്റീവ് അപ്രോച്ചിലല്ല കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും സമയമെടുക്കും? BJP ആണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ആ പാർട്ടിക്കില്ല. പല കാര്യങ്ങളിലും അവർക്ക് LDFിനേക്കാൾ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതിന് അവർ നടത്തുന്ന പ്രചരണം മൂന്നാമതും പിണറായി വന്നാൽ കോൺഗ്രസ് അതോടെ ഇല്ലാതാകും. അപ്പോൾ കേരളത്തിൽ ആദ്യം ഒരു മുഖ്യ പ്രതിപക്ഷമായും ഭരണകക്ഷിയിട്ടൊക്കെ വരാമെന്നുള്ളൊരു സ്റ്റാൻഡാണ്. വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുള്ളത് റഹീസ് റഷീദും TV പ്രസാദും R റോഷിപാലും VS രഞ്ജിത്തുമാണ്. നമുക്ക് ആദ്യം തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സമയക്രമം? സുജയ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് ഇനി ഒരു ഉത്സവത്തിന്റെ ഒരു മാസമാണുള്ളത്. 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നോമിനേഷൻ സമർപ്പിക്കാം. 24-ാം തീയതിയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. അതായത് നവംബർ 24 ആകുമ്പോൾ ഓരോ വാർഡിലും ഓരോ മുന്നണിയുടെയും ഏതൊക്കെ സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാകുക, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരും. 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ മാസം 9-ാം തീയതി. രണ്ടാമത്തെ ഘട്ടം തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള അടുത്ത 7 ജില്ലകളിൽ 11-ാം തീയതി, ഡിസംബർ 11-ാം തീയതി എന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ്. ആ 11-ാം തീയതിയിലെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഡിസംബർ 13-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകും. 18-ാം തീയതിയോടുകൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ അവസാനിക്കും. 19-ാം തീയതിയോ 20-ാം തീയതിയോ ആയിരിക്കും പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തുക. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളായി അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14-ാം തീയതിയും പ്രസിദ്ധീകരിക്കും. സുജിയ. ഓക്കെ റഹീസ്,